ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കുറേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാസങ്ങളായിരുന്നു ഒന്ന് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ആളുകളെങ്കിലും നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത. സീരിയസ് ആയിട്ടും ഇപ്പം ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ കളിയാക്കുമെങ്കിലും ഇപ്പം റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാൽ, ആരുടെയിലും പോയാൽ, പിന്നെ അമ്മേൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടുതലും ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്താ ഇപ്പം നിങ്ങൾ വീഡിയോ ഇടാത്ത, വീഡിയോ നിർത്തിയെന്നൊക്കെ. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ളൊരു കൊല്ലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മണി 8:10 ആയി. ഇന്നലെ രാത്രി നല്ല ലേറ്റായി. കാരണം വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഞാനും അമ്മയും കൂടെ വെറുതെ പാട്ടെല്ലാം വെച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ആയി. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ മെസ്സേജ് അയക്കുമ്പോഴത്തേനും 1:30-2 മണിയായി. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ കിടന്ന് ഇപ്പം ലേറ്റല്ല, എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്ന് നേരത്തെയാണ്. സാധാരണ ഞാൻ 9:30 ഒക്കെ മണിക്ക് വർക്കില്ലെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയൊന്ന് അമ്പലത്തിൽ പോകണം. ഞാൻ എൻ്റെ അമ്മ എന്താ ചെയ്തെന്ന് നോക്കാം. രാവിലെ തന്നെ ഇരുന്നിട്ട് ഉള്ളി മുറിച്ച് കരിയുന്നെല്ലാം കണ്ടത്. ഇതെന്തിനാ രാവിലെ തന്നെ കരിയുന്ന? ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്ന് എന്താ പരിപാടി? ഇന്ന് സാമ്പാർ, സ്ഥിരം കുറ്റി. ഇപ്രാവശ്യം ദോശയാണ്. അമ്മക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പം ദോലീനെ വിട്ടൊരു കളിയില്ല. ഇന്നലെ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇന്നലെ മറ്റേ മെനു കാർഡ് പോലെയാണോ, എനിക്ക് നാളെ ദോശ വേണോ, ഇഡ്ഡലി വേണോ, ചപ്പാത്തി വേണോ, പുട്ട് വേണോ എന്നല്ലോ. ഇതല്ലേ പിന്നെ എല്ലാവർക്കും വേണ്ടുന്ന സാധനമല്ലേ ഉണ്ടാക്കണ്ടേ. ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ പോകണം. സ്വർണ്ണയിൽ വരുന്നുണ്ടാ? അറിയില്ല, വിളിച്ചിട്ടെന്ന് പറഞ്ഞേ നോക്കട്ടെ പറഞ്ഞു. ചോദിച്ചിട്ടാണ് കാര്യം ബാക്കി പറയാ. ആദ്യം പണിക്ക ഓളിപ്പണിട്ടത്ര. സൂപ്പർ. പിന്നെ ഞാനെന്താ പണിയിട്ടേ? ഇത് നേരത്തെയാണ്. പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ മഞ്ഞലായിട്ട് നോർമലി ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. ഇനി എനിക്ക് ഒന്ന് അമ്പലത്തിൽ പോകണം. കാരണം എനിക്ക് ഇപ്പം രാവിലെ എണീറ്റ് പിന്നെ അമ്മ രാവിലെ വിളക്ക് കത്തിച്ചിട്ട് ചന്ദനത്തിരിനെ മണം കേട്ടാൽ എനിക്ക് അമ്പലത്തിൽ പോകാനൊരു തോന്നൽ. നീ എൻ്റെ ചെടി കാണിച്ചു കൊടുക്കുക. അയ്യോ എപ്പോൾ നോക്കിയാലും അമ്മേൻ്റെ ചെടി കാണിച്ചു. അമ്മേൻ്റെ ചെടി ഞാൻ കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം കാണും. ഇതാണ് ഗൈസ് അമ്മേൻ്റെ ചെടി, ഇതാണ് അമ്മേൻ്റെ ചെടി പറഞ്ഞിട്ടുണ്ടേ. അടിയുണ്ട്. കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു സുഖം കിട്ടൂല. തന്നെ കാണിച്ചു. രാവിലെ എണീറ്റ് അമ്മേൻ്റെ വിളക്ക് എത്തിക്കലെല്ലാം കണ്ടേരം അതിൻ്റെ മണം അടിച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ ഒരു മൂഡ് വന്നു. അപ്പം അമ്മയോട് അമ്പലത്തിൽ പോവാന്ന്. അറ്റ് ലാസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അമ്മ ഭയങ്കര കുറെ നേരം കൊണ്ട് കൊടുത്ത ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ഇപ്പം നല്ല ലേറ്റായി. കുറച്ച് മുന്നേ പോകണമെന്ന് വെച്ചാൽ, പക്ഷേ ചായ കുടിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിൽ ഞാനും അമ്മയെ പോകുന്നുള്ളൂ. കണ്ടം കിടന്നുറങ്ങുമെന്ന്. ഇന്നലെ എവിടെയോ പോയിട്ട് തിരക്കായിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വരാൻ ഇന്ന് രാവിലെയാണ് വീട്ടിൽ വന്നിനി. സോം വരുന്നില്ല പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം.
നമ്മൾ അമ്പലത്തിലെല്ലാം കയറി. അമ്പലത്തിൽ നിന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണല്ല ഇവിടെ അല്ല. ന്യൂ ഇയർ ആയതുകൊണ്ട് ഒന്നുമല്ല അമ്പലത്തിൽ വന്നത്. രാവിലെ എണീറ്റിട്ട് എനിക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് അമ്പലത്തിൽ വരണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ രാവിലെ എണീറ്റിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് അമ്മേനോട് പറയുന്നത് മണൽ അടിക്കുന്ന സമയത്ത് എനിക്കൊരു അമ്പലം വൈബ് ഫീൽ ചെയ്യുന്നു, അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം. പിന്നെ ന്യൂ ഇയർ ആയി എങ്ങനെയും വരാമല്ലോ, അതങ്ങനെ വന്നതാണ്. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കുറച്ച് കലാപരിപാടികളിലുണ്ട്. സുവർണേൻ്റെ വരുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. വലിയ കാര്യപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ എല്ലാ ദിവസത്തെയും പോലെ ആക്കണ്ടെന്ന് വിചാരിച്ചു. അല്ലേ? കേക്ക് മുറിക്കുന്നില്ല? കേക്ക് മുറിക്കുന്നുണ്ട്. കേക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മയിൽ വന്നിട്ട് ടൗണിൽ വന്നിട്ട് കേക്കെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ സാധനമെല്ലാം വാങ്ങി. ഇന്നലെ രാത്രി 9:30 വരെ നമ്മൾ ടൗണിലുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടാക്കാൻ പറ്റൂ. അതെ ഞങ്ങളുടെ ന്യൂ ഇയർ ഇതായിരുന്നു. 9:30 വരെ ടൗണിലുണ്ടായി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പാട്ടെല്ലാം വെച്ച് ഡാൻസെല്ലാം കളിച്ച് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ന്യൂ ഇയർ എല്ലാം പറഞ്ഞു. ഇതായിരുന്നു നമ്മുടെ ന്യൂ ഇയർ. അപ്പോൾ ബിരിയാണി എന്തുണ്ട്? വേറൊന്നും പറയാനില്ല. ശരി, ആദ്യം ബിരിയാണി ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ന്യൂ ഇയർ. തിന്നുമ്പോഴാണോ ഹാപ്പി ന്യൂ ഇയർ പറയുന്നതെന്നൊക്കെ? അല്ല, നല്ല ബൈ കണ്ണ, പോയിട്ട് വരാമേ. തളിപ്പറമ്പിൽ എന്തിന്? നീ പറഞ്ഞാ മതി. നമ്മൾ അമ്മേൻ്റെ കുറേ കാലത്തെ ആഗ്രഹ സഫലീകരണത്തിന് പോകുന്നു. അമ്മേൻ്റെയാ? പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടില്ല, വെറുതെ പറയുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് കുറച്ച് സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ സലൂണിലെത്തി ഗൈസ്. അമ്മയാണ് ആദ്യം ഹെയർ വാഷിന് കയറിയിട്ടുള്ളത്. ആദ്യമായിട്ട് അമ്മ അങ്ങനെ ഹെയറിനും ഫേസിനും അങ്ങനെയൊന്നും ഒന്നും ട്രീറ്റ്മെൻറ്റോ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നാച്ചുറൽ ബ്യൂട്ടിയാണ്. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. ബട്ട് ഞാൻ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര മുടിയും എല്ലാം ഭയങ്കര ഡാമേജ് ആയതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ട് അമ്മ ഇങ്ങനെ പറയും, നമുക്കൊന്നും ആരും ചെയ്തു തരൂലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ അമ്മേനെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹെയർ സ്പാ എല്ലാം ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നൊരു ന്യൂ ഇയർ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു പരിപാടി. കാരണം ഞാനും അനിയനും അമ്മയും എപ്പോഴും അങ്ങനെ കഴിഞ്ഞ ന്യൂ ഇയറിനൊന്നും ഒരുമിച്ചുണ്ടായിട്ടില്ല. അപ്പോൾ ഒരുമിച്ചുണ്ടായപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബായ്.